കുഞ്ഞുങ്ങൾ സാധാരണയായി ചെറിയ വസ്തുക്കൾ കൊണ്ട് കളിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ചെറിയ പാർട്ടിക്കിൾസോ ശ്വാസം പോകുന്ന ട്യൂബിലേക്ക് അബദ്ധവശാൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് സംഭവിക്കാം. അതുപോലെ തന്നെ അവർ കളിക്കുന്ന ചെറിയ വസ്തുക്കൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ ഇതും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം അവർ വിഴുങ്ങുന്ന സമയത്ത് അത് ശരിയായിട്ട് കോർഡിനേറ്റ് ആയില്ലെങ്കിൽ ശ്വാസം പോകുന്ന ട്യൂബിനകത്തേക്ക് പോകാം. അങ്ങനെ ശ്വാസം പോകുന്ന ട്യൂബിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം. ഇത് ശ്വാസം പോകുന്ന കുഴൽ കംപ്ലീറ്റ്ലി അടഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. സാധാരണ രീതിയിൽ ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്കത് ഏതെങ്കിലും രീതിയിൽ പുറത്തെടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടേക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ചില ഒബ്ജക്റ്റുകൾ ഈ ശ്വാസം പോകുന്ന ട്യൂബിനെ പാർഷ്യലായിട്ട് ബ്ലോക്ക് ചെയ്യും. അതായത് കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാവത്തില്ല, പക്ഷേ ഭാഗികമായിട്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കതെങ്ങനെ തിരിച്ചറിയാം? കുഞ്ഞിന് ചുമയുണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചുകൊണ്ടിരിക്കും. ശ്വാസം പോകാനായിട്ട് തടസ്സം ഉണ്ടാകാം. ശ്വാസം പോകുന്ന സമയത്ത് വീസിങ് പോലുള്ള സൗണ്ടുകൾ ഉണ്ടാകാം. ചില കുഞ്ഞുങ്ങൾ വെപ്രാളം കാണിക്കാം. കഴുത്തിൽ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം കുഞ്ഞിൻ്റെ ശ്വാസം പോകുന്ന ട്യൂബിൽ എന്തോ ഒരു ഒബ്ജക്റ്റ് പോയിട്ടുണ്ടെന്നുള്ളത്. ചില സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ശ്രമിച്ച് ഇത് പുറത്തെടുക്കാനുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോയിട്ടുണ്ടാകും. അതായത് ഈ ഒബ്ജക്റ്റ് ശ്വാസം പോകുന്ന കുഴലിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ വെച്ച് പുറത്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഉള്ള ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് പേരൻസ് അർജൻറ്റായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ജനറലി ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒബ്ജക്റ്റ് വളരെ ചെറുതാണെങ്കിൽ ശ്വാസം പോകുന്ന കുഴലിലൂടെ ഇത് വളരെയധികം താഴേക്ക് പോയി നമുക്കറിയാവുന്ന പോലെ ശ്വാസം പോകുന്ന കുഴൽ കുറച്ച് കഴിയുമ്പോൾ ലങ്സിനകത്തേട്ട് ചെന്നത് പല ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ബ്രാഞ്ചിനകത്ത് ചെന്ന് ഇത് ബ്ലോക്കായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പല സമയത്തും ചുമയോ അല്ലെങ്കിൽ ഈ ശ്വാസം പോകാനുള്ള ബുദ്ധിമുട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവത്തില്ല. പക്ഷേ മേ ബി അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിലുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ ചുമ അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സിംറ്റംസ് ഉണ്ടാകാം. പനി ഉണ്ടാകാം, ശ്വാസം പോകാനുള്ള തടസ്സം ഉണ്ടാകാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയുണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ജനറലി ആ സമയത്ത് നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈൻസ് നമുക്ക് എക്സ്റേയിൽ കാണാനായിട്ട് പറ്റും. അതിനെ തുടർന്ന് പല സമയത്തും നമ്മളിങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മരുന്നുകൾ കൊണ്ട് ഇത് ചികിത്സിച്ച് മാറ്റാൻ നോക്കാറുണ്ട്. അപ്പോൾ ന്യൂമോണിയ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചുമ വളരെയധികം നീണ്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ന്യൂമോണിയ കുറഞ്ഞതിന് ശേഷം വീണ്ടും ന്യൂമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ ലങ്സിനകത്ത് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം സാധാരണ രീതിയിൽ ഉണ്ടാകാറുണ്ട്. ആ സാഹചര്യത്തിലും ഇതേപോലെ തന്നെ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്തിട്ട് ശ്വാസം പോകുന്ന ട്യൂബിലോ അതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ഇങ്ങനെയുള്ള ഒബ്ജക്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാറുണ്ട്. അങ്ങനെയുള്ള ഒബ്ജക്ട്സ് കാണുവാണെങ്കിൽ ഈ പറയുന്ന സെയിം പ്രൊസീജിയറിലൂടെ തന്നെ അത് നീക്കം ചെയ്യാനും സാധിക്കും.